വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്ററോ ഒന്നും ഫ്ലോട്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെറും 2 ലൈനാണ്. 2 മഞ്ഞ കളറിലുള്ള അല്ലെങ്കിൽ 2 ഒരു ഓറഞ്ച് കളറിലുള്ള 2 ലൈനും ഒരു കറുപ്പ് ലൈനും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17-ാം തീയതി സെപ്റ്റംബർ മാസം 2025 രാവിലെ 8 മണി അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിറച്ച ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട്, നിറച്ച ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ട്രേഡുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അയച്ചു തരുന്നുണ്ട് വാട്സാപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് വളരെ സന്തോഷമുണ്ട് കേൾക്കാൻ തന്നെ. കാര്യത്തിൽ ഈ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ എല്ലാവരും ഇൻഡിവിജ്വൽ ട്രേഡറായിട്ട് മാറണം എന്നുള്ളതാണ്. നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റി ഈ ലെവലിലോട്ട് ഫ്യൂച്ചർ ഈ ലെവലിൽ 25,350 അടുപ്പിച്ച് 25,350 അടുപ്പിച്ച് നിഫ്റ്റി ഇവിടെ എത്തിയത് ഇതിനു മുന്നേ 23-ാം തീയതി ജൂലൈ മാസമാണ്. അതിനു മുന്നേ 11-ാം തീയതി ജൂലൈ മാസം 2025 ഈ സ്ഥലത്ത് വന്നത്. വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ ടെക്നിക്സാണ് ഇതൊക്കെ. അപ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ ആ ദിവസം നടന്നതുപോലെ നടക്കണമെന്നില്ല, അല്ലേ? ഓരോ ദിവസവും വ്യത്യാസമാണ്, അല്ലേ? ഇന്നുള്ളതുപോലെയല്ല നാളെ, അല്ലെങ്കിൽ ഈ രാവിലെ നടക്കുന്ന പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല പിന്നെ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റിപ്പീറ്റഡായിട്ട് അത് നമുക്ക് നാച്ചുറൽ തന്നെ നമുക്ക് നിറച്ച് ഉദാഹരണം തരുന്നുണ്ട്. അതായത് എത്രയോ വർഷത്തിനൊരുക്കിയാണ് ഈ സൈക്കിൾ മാറുന്നത്, അല്ലാതെ എപ്പോഴും അങ്ങനെ സൈക്കിളുകൾ മാറാറില്ല, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇടവപ്പാതി എന്ന് പറയും. പഴയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് ഈ സ്കൂൾ തുറക്കുന്നതോടുകൂടി ജൂൺ മാസം 1-ാം തീയതിയോടുകൂടി നല്ല മഴ നമ്മുടെ കേരളം ഭൂപ്രദേശങ്ങളിൽ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ അത് റിപ്പീറ്റഡായിട്ട് എല്ലാ വർഷവും അങ്ങനെ വരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, റിപ്പീറ്റഡായിട്ട്. അപ്പോൾ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ മാത്രമല്ല, നാച്ചുറൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മൾ കാണുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ കാണുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിന് മുന്നേ ലാസ്റ്റായിട്ട് വന്ന 2 ദിവസങ്ങളാണ് നമ്മളിവിടെ നോട്ട് ചെയ്തത്. അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 120-നും 130-നും ഇടയ്ക്കാണ്. 120-നും 130-നും ഇടയ്ക്കാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് ക്ലോസ് മുകളിൽ തന്നെയാണ് ചെയ്തത്. നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും ഒരേ സ്ഥലത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, മുകളിൽ തന്നെയാണ്. അതായത് ലാസ്റ്റ് മുകളിലോട്ട് തന്നെയാണ് അത് ക്ലോസ് ഈസ് ഈക്വൽ ടു നിയർ ബൈ ഹൈ എന്നൊക്കെ പറയുന്ന പോലെ അവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, ഈ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈ സംഭവിച്ചാൽ ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ ഫെയിലിയർ ആയാൽ എങ്ങോട്ട് താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടോ, ഇതൊക്കെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് സ്ട്രാറ്റജി ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുമുണ്ട്. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾ അനലൈസ് ചെയ്യുക. പക്ഷേ ആ ഒരു 15 മിനിറ്റിൽ, ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് അടിപൊളിയാണ്, നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ അത് സ്ട്രൈക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള റിസർച്ചിലാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ആ 15 മിനിറ്റിൽ നടക്കുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏത് സ്റ്റോക്കാണെങ്കിലും ആദ്യത്തെ 15 മിനിറ്റിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാവും. ഇത് കറക്റ്റായിട്ട് ആ നൂല് പിടിച്ചാൽ, പോയിൻ്റ് ഓഫ് കൺട്രോൾ നൂല് കറക്റ്റായിട്ട് പിടിച്ചാൽ അത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. ഇന്നലെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇന്നലത്തെ ഈ അപ്പ് മൂവ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇതൊക്കെ നിങ്ങളുടെ റിസർച്ച് ആൻഡ് അനലൈസിസിൽ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.